നമുക്ക് ബ്ലൗസിൻ്റെ ക്ലാസ്സിലോട്ട് പോകാം കേട്ടോ. ഇന്ന് നമുക്കൊരു നോർമൽ ബ്ലൗസ് കട്ട് ചെയ്യാം. ആദ്യം ബാക്ക് പാർട്ട് കട്ട് ചെയ്യാം. ബാക്ക് പീസാണ് കട്ട് ചെയ്യുന്നത്. തുണിയെ രണ്ടായിട്ട് ഇങ്ങനെ മടക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്ക് പീസ് കട്ട് ചെയ്യാം. ഓക്കെ, വേണ്ടുന്ന ലെന്ത് എത്രയാണെന്ന് വെച്ചിട്ട് 1 ഇഞ്ച് കൂടെ കൂട്ടിടാം. ആദ്യം നമ്മളിവിടെ തുണി രണ്ടായിട്ട് മടക്കിയിട്ടതിന് ശേഷം തുണി ലെവൽ ചെയ്യുക കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണ്ടുന്ന ഇറക്കം എത്രയാണെന്ന് വെച്ചിട്ട് 1 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കണം. ഇറക്കം നമുക്ക് 13.5 13.5യുടെ 1 ഇഞ്ച് കൂടെ കൂട്ടുമ്പോൾ 14.5 മാർക്ക് ചെയ്യുക. 1/2 ഇഞ്ച് കൂടെ തയ്ക്കാൻ തയ്യെത്തുമ്പോൾ മുകളിൽ ഷോൾഡറിൻ്റെ അവിടെ 1/2 ഇഞ്ച് പോകും. അങ്ങനെയാണ് 13.5 ഇഞ്ചിന് 1 ഇഞ്ച് കൂടെ കൂട്ടിയിട്ട്. ഇനി നമുക്ക് ഷോൾഡർ നമുക്ക് ഇതിന് വേണ്ടത് ഒരു 5.5 മതി. ബാക്ക് ഇറക്കുന്നതുകൊണ്ട് 5.5 മതി കേട്ടോ. കൈക്കുഴി ഞാൻ 5.5 എടുക്കുന്നു. ഇവിടെ നമുക്ക് ചെസ്റ്റ് വണ്ണം നോക്കണം. ബാക്കിൽ ചെസ്റ്റ് വണ്ണം വന്നേക്കുന്നത് 19 19ന് 9.5 വരും. ഓക്കെ, ഇവിടെ വേസ്റ്റ് വണ്ണം വന്നേക്കുന്നത് 13.5 13.5യുടെ പകുതി 6.25 ഇവിടെ നമുക്ക് 9. നമുക്കിത് രണ്ടും കൂടെ കറക്റ്റ് ചെയ്യാം. തയ്യെത്തുമ്പോൾ 1.5 ഇഞ്ച് ഈ സ്കെയിലിൻ്റെ വീതിയാണ് എടുത്തത് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കൈ കുഴിച്ച് വെട്ടണം. ഇവിടെ 5.5 എടുത്തേക്കുന്നത്. എൻ്റെ പകുതി 2.25. ഇവിടുന്ന് ഒരു 1.25 ഇഞ്ച് ഇങ്ങനെ എടുക്കുക. 1.5 എടുത്താലും കുഴപ്പമില്ല. ഇങ്ങനെട്ട് ഇത് കുഴിച്ച് വെട്ടണം. കുഴിച്ച് വെട്ടിയതിന് ശേഷം നമുക്ക് ഇത് കൂടെ നോക്കണേ. നെക്കിൻ്റെ വിത്ത് 3 വേണ്ടത്. ഞാൻ ഇച്ചിരി ഒതുക്കി എടുക്കുന്നത്. 2.25 എടുത്താൽ മതി. തയ്ച്ച് വരുമ്പോൾ നമുക്ക് 3 കിട്ടും. നെക്കിൻ്റെ ബാക്ക് നെക്ക് ഇറക്കം 6.5. ഇവിടെ നമുക്ക് 2.25. എന്നിട്ട് നമുക്ക് രണ്ടും കൂടെ കറക്റ്റാക്കാം. പിന്നെ ഇത് രണ്ടും ഷേപ്പാക്കണം. ഓക്കെ, ഒരു യൂനക്ക് വെട്ടിയെടുത്ത് കേട്ടോ. എന്നിട്ട് നമുക്കിവിടെ 1/2 ഇഞ്ച് ബോഡി ഷേപ്പ് എടുക്കണം. ഇനി നമുക്ക് ആം ഹോൾ റൗണ്ട് എത്ര വേണ്ടതെന്ന് നോക്കാം. നമുക്ക് വേണ്ടുന്നത് അളവിൽ വേണ്ടത് 16 8 ഇവിടെ കിട്ടിയേക്കുന്നത്. അപ്പം 8ൻ്റെ 9 16 റൗണ്ട് ചെയ്ത് വരുമ്പോൾ നമുക്കൊരു സൈഡാണ് 8 വേണ്ടത്. ഇത് നമുക്ക് 7 കിട്ടുള്ളൂ. അപ്പോൾ നമ്മളിവിടെ 5.5 എടുത്തിട്ട് 1/2 ഇഞ്ച് ഷേപ്പ് എടുത്തല്ലോ. 1/2 ഇഞ്ച് കൂടെ താഴ്ത്തി എടുക്കണം. കുറവാണെങ്കിൽ ഇറക്കിയെടുക്കണം, കൂടുതലാണെങ്കിൽ കയറ്റിയെടുക്കണം. ആം ഹോൾ റൗണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഒന്നുകൂടെ ഷേപ്പ് ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് കിട്ടിയത് ഇവിടെ 8 കിട്ടുന്നത് നോക്കുക. അപ്പം നമുക്കിവിടെ 8 കിട്ടുന്നുണ്ട്. നമുക്കിവിടെ 5.5 എടുത്തു കേട്ടോ. ഇനി നമുക്ക് കട്ട് ചെയ്യാം. അഞ്ചര എടുത്തിട്ട് അപ്പോൾ മനസ്സിലായല്ലോ. ബാക്ക് പീസ് വെട്ടുന്നത് ഇങ്ങനെയാണ്. നമുക്ക് ബ്ലൗസിൻ്റെ ബാക്ക് ആദ്യം, ഫ്രണ്ട് പിന്നെ 2ാമത്തെ ക്ലാസ്, സ്ലീവ് 3ാമത്തെ ക്ലാസ് അങ്ങനെ എടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ഇവിടെ നമ്മുടെ വണ്ണം, ഇവിടെ നമ്മുടെ വേസ്റ്റ് വണ്ണം. ഓക്കെ, അപ്പം നമ്മൾ ബാക്ക് പീസ് ബ്ലൗസിൻ്റെ ഒരു നോർമൽ ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ട് കട്ട് ചെയ്തു. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ട് പീസ് അടുത്ത ക്ലാസ്സിൽ വെക്കാം.